തിരുവനന്തപുരം വിതുരയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടെത്തി. വിതുര കാപ്പിത്തോട്ടം എന്ന പ്രദേശത്ത് ഉൾക്കാട്ടിലാണ് ആനയെ കണ്ടത്. നാളെ രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മയക്കുവെടിച്ച ശേഷം ആനയ്ക്ക് ചികിത്സ നൽകാനാണ് തീരുമാനം. ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന വിലയിരുത്തലുണ്ട്. ജിബിൻ ജെബിയുണ്ട്. ജിബിൻ, വിവരങ്ങൾ. രതീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിതുര പരുത്തിപ്പള്ളി വിതുര കാപ്പിത്തോട്ടം മേഖലയിൽ ഇങ്ങനെ കാലിന് പരിക്ക് പറ്റിയ നിലയിൽ ഒരു ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെ ഇതുവരെ അത് സഞ്ചരിക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ആനയെ മയക്കുവെടി വെക്കുന്നതിനോ അല്ലെങ്കിൽ ഈ മയക്കുവെടി വെച്ച ശേഷം മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഈ ആന ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവശനായി ഈ വിതുര കാപ്പിത്തോട്ടം എന്ന് പറയുന്ന ഉൾവനത്തിൽ ഈ ആനയെ കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയുടെ അടുത്തെത്തി മയക്കുവെടി വച്ചതിന് ശേഷം ഈ മുറിവിലെല്ലാം മരുന്ന് വയ്ക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആനയെ പരിക്ക് പറ്റിയ രീതിയിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും ഇത് അവശനായിരുന്നില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ആന ഈ പരിക്ക് ഗുരുതരമായ അവശ നിലയിലായി കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഈ രാത്രി സമയം കൂടി ആയതുകൊണ്ട് ഉൾവനത്തിൽ കടന്നുകൊണ്ട് ഈ ആനയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നാളെ രാവിലെ 6 മണിയോട് കൂടി ആനയെ മയക്കുവെടി വയ്ക്കുന്നതിന് അതിന് ശേഷം ഈ ആനയ്ക്ക് തുടർ ചികിത്സ നൽകുന്നതിന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രതീഷ്, ജിബിനാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം വിതുരയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. വിതുര കാപ്പിത്തോട്ടം എന്ന പ്രദേശത്താണ് ഉൾക്കാട്ടിൽ ആനയെ കണ്ടെത്തിയത്. നാളെ രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചികിത്സ നൽകാനുള്ള ശ്രമമാണ്. അത്തരം തീരുമാനങ്ങളാണ് ഇപ്പോഴുള്ളത്.